നമസ്കാരം. നമ്മുടെ രാജ്യം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. 17ാം ലോക്സഭയിലേക്കുള്ള ആദ്യഘട്ട പോളിംഗ് പൂർത്തിയായിരിക്കുന്നു. കേരളത്തിൽ ഈ മാസം 23-നാണ് വോട്ടെടുപ്പ്. ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി CCTV ഒരുക്കുന്ന നേതാക്കൾക്കൊപ്പമെന്ന തത്സമയ ചർച്ചയിലേക്ക് സ്വാഗതം. ഈ സംവാദത്തിന്റെ ആദ്യ ദിനം നാം ചർച്ച ചെയ്യുന്നത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തെ പറ്റിയാണ്. കാർഷിക പ്രാധാന്യമേറെയുള്ള വടക്കൻ കേരളത്തിലെ സംവരണ മണ്ഡലത്തിൽ ഇക്കുറി ചർച്ചയാവുക എന്തൊക്കെയാണ്? മുന്നണികളുടെ പ്രതീക്ഷകൾ ഏതുവിധമാണ്? ഉയരുന്ന വിവാദങ്ങൾ ആർക്ക് ഗുണം ചെയ്യും, ആർക്ക് ദോഷകരമായി ബാധിക്കും? ചർച്ചയിൽ LDFിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം വ്യക്തമാക്കും. UDFിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് DCC ജനറൽ സെക്രട്ടറി VK രഘുസ്വാമി പങ്കെടുക്കുന്നു. NDA പ്രതിനിധീകരിച്ചുകൊണ്ട് BJP മണ്ഡലം പ്രസിഡന്റ് KS രാജേഷും ചർച്ചയിൽ പങ്കെടുക്കുന്നു. ചർച്ചയിലേക്ക് കടക്കും മുൻപ് ആലത്തൂർ മണ്ഡലം സംബന്ധിച്ച് ഞങ്ങൾ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കണ്ട ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. പഴയ ഒറ്റപ്പാലം മണ്ഡലത്തിന് രൂപമാറ്റം വന്നതാണ് ആലത്തൂർ. വോട്ട് ഗണിതത്തിൽ വിജയത്തിന്റെ കണക്കിൽ ഏറിയ കൂറും LDFിനൊപ്പം നിന്ന മണ്ഡലം. മുൻപ് ഒറ്റപ്പാലമായിരുന്നപ്പോഴും പിന്നീട് ആലത്തൂരായി മാറിയിട്ടും ഈ പാരമ്പര്യത്തിന് ഇളക്കം തട്ടിയിട്ടില്ല. സുശക്തമായ സംഘടനാ സംവിധാനത്തിന്റെ കരുത്താണ് ഇടത് പടയോട്ടത്തിന് നിദാനം. എന്നാൽ ഇക്കുറി ചരിത്രം തിരുത്തി കുറിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഐക്യജനാധിപത്യ മുന്നണി. NDAയും വലിയ പ്രതീക്ഷയിലാണ്. എന്നാൽ പാർലമെന്റ് മണ്ഡലത്തിന്റെ ചരിത്രവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ ലഭിച്ച വോട്ടിന്റെ കണക്കും ഇടതിന്റെ പ്രതീക്ഷകൾക്ക് കനം നൽകുന്നതാണ്. നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞും സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വിശദീകരിച്ചുമാണ് LDFിന്റെ പ്രചരണം. നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതും അതിനനുസരിച്ച് പ്രചരണ രംഗത്ത് കൈവരിച്ച മേൽക്കോയ്മയുമെല്ലാം നേട്ടമായി LDF നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. സ്വാഭാവികമായും സ്ഥാനാർത്ഥിയും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇത് ദേശീയ രാഷ്ട്രീയം നല്ല നിലയിൽ ചർച്ച ചെയ്യുന്ന മണ്ഡലമാണ് ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലം. അതോടൊപ്പം തന്നെ 3 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ വികസന പ്രവർത്തനങ്ങളും വലിയ തോതിലുള്ള അംഗീകാരം താഴെ തട്ടിൽ മുതൽ മുകൾ തട്ടിൽ വരെ കേരളത്തിലെ എല്ലാ പ്രദേശത്തും ജനങ്ങളുടെ അംഗീകാരം ഉറപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കേരള ഭരണം നോക്കിയാലും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം നോക്കിയാലും ഇടതുപക്ഷത്തിൻ്റെ ശക്തി പൂർവാധികം വർദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി 2019 മാറും. മുൻപെങ്ങുമില്ലാത്ത പ്രതീക്ഷയിലാണ് ഐക്യജനാധിപത്യ മുന്നണി. തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതും പ്രചരണത്തിൽ ലഭിക്കുന്ന സ്വീകാര്യതയും വോട്ടായി മാറുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് UDFിന്. മാറ്റത്തിനായി വോട്ട് എന്ന സന്ദേശമുയർത്തി പാട്ടുപാടിയുള്ള വോട്ട് പിടുത്തം തരംഗം സൃഷ്ടിക്കുന്നുവെന്ന് നേതൃത്വം കണക്കുകൂട്ടുന്നു. പ്രചരണ സമയത്തുണ്ടായ വിവാദങ്ങൾ രാഷ്ട്രീയമായി ഗുണം ചെയ്യുക തങ്ങൾക്കാകുമെന്ന് UDF ക്യാമ്പ് പ്രതീക്ഷ വയ്ക്കുന്നു. KR നാരായണനെ പോലെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികായനെ 3 തവണ പാർലമെന്റിലെത്തിച്ച മണ്ഡലത്തിൽ ഇക്കുറി മൂവർണ്ണക്കൊടി പാറിപ്പിക്കുമെന്ന് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പറയുന്നു. എന്താ സംശയം, UDFിന്റെ പ്രവർത്തകരുടെ നട്ടലിലുള്ള ആരോഗ്യപരമായിരിക്കുന്ന ആശയപരമായിരിക്കുന്ന ഒരു പോരാട്ടത്തിനാണ് ഞങ്ങളിവിടെ നേതൃത്വം കൊടുത്തിരിക്കുന്നത്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തിരുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തേക്ക് അധികാരത്തിൽ വരണമെന്ന് സാധാരണക്കാരനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ UDFിന്റെ എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഊണും ഉറക്കവും ഇല്ലാതെ വളരെ സജീവമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. പ്രചരണം തുടങ്ങിയ അന്ന് മുതൽ വളരെ വേഗത്തിലാണ് ഞങ്ങളുടെ പ്രചരണങ്ങളും പരിപാടികളും പോകുന്നത്. NDAക്ക് കൃത്യമായ വോട്ട് വിഹിത വർധനയുള്ള മണ്ഡലമാണ് ആലത്തൂർ. മണ്ഡല പുനർനിർണയത്തിന് ശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പിലും ക്രമാനുഗതമായി വോട്ട് വർദ്ധിപ്പിച്ച BJP ഇക്കുറി മുന്നണി എന്ന രീതിയിൽ BDJSനാണ് സീറ്റ് നൽകിയിരിക്കുന്നത്. സംവരണ മണ്ഡലത്തിൽ BDJSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി TV ബാബുവിനെ തന്നെ കളത്തിലിറക്കുമ്പോൾ വലിയ മുന്നേറ്റം തന്നെയാണ് ദേശീയ ജനാധിപത്യ സഖ്യം പ്രതീക്ഷിക്കുന്നത്. സാമുദായിക സമവാക്യങ്ങളും സമകാലിക വിഷയങ്ങളായ ശബരിമല ഉൾപ്പെടെയുള്ളവയിൽ കണ്ണുവെച്ചാണ് പ്രതീക്ഷകൾ അത്രയും. ഇരുമുന്നണികളിലും ജനത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് സ്ഥാനാർത്ഥി TV ബാബു പറയുന്നു. ജനങ്ങളുടെ മനസ്സാണ് വോട്ട്. ആ മനസ്സ് എങ്ങനെ നമുക്ക് അനുകൂലമാക്കാം, അത് നമുക്ക് എന്തുമാത്രം സ്വീകാര്യതയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് എക്സ്പീരിയൻസ് ഒന്നും അല്ല കാര്യം.
എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ബംഗാളും ത്രിപുരയും എത്രയോ വർഷം കുത്തകയായിരുന്നു, തെറിച്ചു പോയില്ലേ. വിശ്വാസമാണ് പ്രശ്നം. ആ വിശ്വാസം ആർജിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് തുടരുന്നത്. സ്വീകാര്യത വല്ലാതെ ഉണ്ട്. കാരണം അതിനുള്ള സാഹചര്യമാണ് നമ്മുടെ കേരളത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും. അത് എത്രമാത്രം അതിനെ അപമാനിക്കാൻ പറ്റുമോ, അതിനെ ബഹുമാനിക്കുന്നവരെ എത്രമാത്രം ശിക്ഷിക്കാൻ പറ്റുമോ, ആ നിലപാടല്ലേ കേരള ഗവൺമെൻറ് തുടങ്ങുന്നത്. അതൊക്കെ ഇവിടുത്തെ അതനുഭവിച്ച ആളുകൾ മറക്കൂ. അതുകൊണ്ട് അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ അധികാരത്തിൽ മാറ്റം വരുത്തണം, അധികാര ശക്തിയിൽ മാറ്റം വരുത്തണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ധാരാളമായിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും രാഷ്ട്രീയ സവിശേഷതകളും ഉൾക്കൊള്ളുന്ന റിപ്പോർട്ടും സ്ഥാനാർത്ഥികളുടെ പ്രതികരണവും നാം കണ്ടു. ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ആദ്യം ശ്രീ എം എൻ സത്യൻ, ആലത്തൂർ മണ്ഡലം രൂപീകരിച്ച ശേഷം ഇത് 3ാം തവണയാണ് ഡോക്ടർ പി കെ ബിജു മത്സര രംഗത്ത് ഇറങ്ങുന്നത്. എന്തുമാത്രം പ്രതീക്ഷയുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്? ഒപ്പം തന്നെ ഈ മണ്ഡലത്തിൽ ഇക്കുറി ആലത്തൂരിലെ ജനം എന്തുകൊണ്ട് LDFന് വോട്ട് ചെയ്യണം? തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലത്തൂർ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഡോക്ടർ പി കെ ബിജുവിനെ മത്സര രംഗത്തിറക്കിയിട്ടുള്ളത്. ആലത്തൂർ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 നിയമസഭാ മണ്ഡലങ്ങളും 2016 തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിനിധികളെ തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലങ്ങളാണ്. UDF ജയിച്ച വടക്കാഞ്ചേരി മണ്ഡലമാണെങ്കിൽ 100-ൽ താഴെ വോട്ടുകൾക്ക് മാത്രം ജയിക്കുന്ന സ്ഥിതിയുമാണ് ഉണ്ടായിട്ടുള്ളത്. 2015 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളുടെ വിധി പരിശോധിച്ചാലും 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥിതി വിവരങ്ങൾ പരിശോധിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് തികഞ്ഞ ആത്മവിശ്വാസത്തോടും വിജയപ്രതീക്ഷയോടും കൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയം കഴിഞ്ഞ 5 വർഷക്കാലമായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന NDA നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ഗവൺമെൻറ് 2009 മുതൽ 2014 വരെ നാടുഭരിച്ച മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് നടപ്പിലാക്കിയ നവലിബറൽ നയങ്ങൾ അതിനേക്കാൾ ശക്തമായി നടപ്പാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ കാർഷിക മേഖലയെയും സാമാന്യ ജനതയെയും ബഹുരാഷ്ട്ര കുത്തകകൾക്ക് കൊള്ളയടിക്കാൻ ആവശ്യമായ സാഹചര്യമൊരുക്കുക എന്നതാണ് 5 വർഷക്കാലം നടപ്പാക്കിയത്. അതിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതം എന്ന നിലയിൽ ഇന്ത്യയുടെ കാർഷിക മേഖലയിലാകെ ആത്മഹത്യകൾ പെരുകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഏകദേശം 2 കോടി ചെറുപ്പക്കാർക്കൊരു വർഷം തൊഴിൽ നൽകുമെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ വാഗ്ദാനം. 18 ലക്ഷത്തിലധികം വരുന്ന തൊഴിലുണ്ടായിരുന്ന വ്യാവസായിക മേഖലയിലെ തൊഴിലാളികൾ നോട്ട് നിരോധനത്തിനു ശേഷം രാജ്യത്തുയർന്നു വന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായി തൊഴിലില്ലാത്തവരായി പെരുവഴിയിലേക്ക് എറിയപ്പെടുകയാണ് ഉണ്ടായത്. കാർഷിക മേഖലയിൽ MS സ്വാമിനാഥൻ നൽകിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കും എന്നവകാശപ്പെട്ട മോഡിയുടെ ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ കാർഷിക മേഖലയിൽ 1 രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല. ഉൽപാദന ചെലവും 50% കൃഷിക്കാരനുള്ള വേതനവും എന്ന നിലയിൽ ഉൽപാദന ചെലവിൻ്റെ 150% ഉൽപ്പന്നങ്ങൾക്ക് തറവില നിശ്ചയിക്കും എന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം 5 വർഷമായിട്ടും നടപ്പാക്കപ്പെട്ടില്ല. എന്നാൽ ഇതേ സമയത്ത് തന്നെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കാർഷിക മേഖലയിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടാണ് 3 വർഷക്കാലമായി മുന്നോട്ട് പോകുന്നത്. 1200 രൂപയായി കേരളത്തിൽ 53 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളുടെ പെൻഷൻ സംഖ്യ വർദ്ധിപ്പിച്ചു. ഏകദേശം 20 മാസത്തോളം കുടിശ്ശികയായിരുന്നു ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ. ഇന്ന് ഏപ്രിൽ മാസം 30-ാം തീയതി വരെയുള്ള മുഴുവൻ പെൻഷനും ഈ 53 ലക്ഷം കുടുംബങ്ങളിലേക്കും കറൻസിയായി നേരിട്ടെത്തിക്കുന്ന സംവിധാനം ഫലപ്രദമാക്കി. കേരളം അഭിമുഖീകരിക്കേണ്ടി വന്ന ഓഖി ചുഴലിക്കാറ്റും നിപ്പ വൈറസ് രോഗവും പ്രളയവും ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളെ ഫലപ്രദമായി ചെറുക്കാനും പ്രതിരോധിക്കാനും മുറിച്ചു മുന്നേറാനും
പ്രളയത്തിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ട കേരളത്തെ നവകേരളം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി വീണ്ടും പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ന്യായമായ സഹായം ലഭ്യമാകാതിരുന്നിട്ടും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളിൽ നിന്ന് പോലും ഈ ദുരിതാശ്വാസത്തിന് വേണ്ടിയുള്ള പണം പിരിക്കുന്നതിനു വേണ്ടി അനുവാദം നൽകാതിരുന്നിട്ടും നിശ്ചയദാർഢ്യത്തോടെ കേരളത്തിൻ്റെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെയും സഹകരണത്തോടെ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. സാംസ്കാരിക രംഗത്താണെങ്കിൽ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ 5 വർഷക്കാലം ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ പരമ്പരയാണ് ഉണ്ടായത്. എന്ത് കഴിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, ഏത് ഭാഷ സംസാരിക്കണം, എന്ത് എഴുതണം, ഏത് തരത്തിലുള്ള സിനിമ പിടിക്കണം, എല്ലാം ഭരണകൂടം ആജ്ഞാപിക്കുന്നതിനെതിരായി പ്രവർത്തിക്കുന്നവരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുക, ആൾക്കൂട്ട കൊലപാതകങ്ങളിലൂടെ സമൂഹത്തെ ഭയപ്പെടുത്തി ഭരിക്കുക എന്ന സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നൊരു ദേശീയ ഗവൺമെൻറ്റിനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ നിന്ന് താഴെയിറക്കുന്നതിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്നത്. ഒന്നാമത്തെ മുദ്രാവാക്യം രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക, ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗബലം വർദ്ധിപ്പിക്കുക, രാജ്യത്ത് ജനാധിപത്യവും മതനിരപേക്ഷതയും രാജ്യത്തിൻ്റെ ഭരണഘടനയും സംരക്ഷിക്കപ്പെടുന്ന ഒരു ഭരണകൂടം സ്ഥാപിക്കുക. ഈ 3 പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ആലത്തൂരിൻ്റെ രാഷ്ട്രീയ ശാക്തിക ബലാബലത്തിൻ്റെ ഏത് അളവുകോലെടുത്ത് പരിശോധിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാനാകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൃത്യമായ വോട്ട് വിഹിതമുള്ള മണ്ഡലമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. UDF-ലേക്ക് പോകുമ്പോൾ ഇത്തവണ മാറ്റത്തിനായി വോട്ട് ചോദിക്കുന്നു, ഒപ്പം തന്നെ പാട്ടുപാടിയുള്ള വോട്ട് പിടുത്തം എന്ന സ്ലോഗൻ ഉയർത്തിയാണ് ഇത്തവണ UDF ഈ മണ്ഡലത്തിൽ വോട്ട് തേടുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആലത്തൂരിൽ ഇത്തവണ പ്രചരണം നടത്തുന്നത്. എന്തു പറഞ്ഞാണ് ഈ മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി വോട്ട് തേടുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും വളരെയേറെ വിശ്വാസത്തോടും അതിലുപരി സമ്പൂർണമായ വിജയം ഉണ്ടാകുമെന്നുള്ള ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിന് മുന്നോട്ട് പോകുന്നത്. ഈ സമയത്ത് KR നാരായണന് ശേഷം ഈ പ്രദേശത്ത് കണ്ട ഏറ്റവും പ്രഗത്ഭയായ ഒരു സ്ഥാനാർത്ഥിയെ ലഭിച്ചു എന്നുള്ളത് അന്ന് മുതൽ തന്നെ വിജയം ഉറപ്പാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള നിലയ്ക്കാണ് CPM ഒരു പരിധി വിട്ട് വ്യക്തിപരമായി സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആക്ഷേപിക്കുന്നതും പാട്ടുപാടുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നു. കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായി ആലത്തൂരിലെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഇവിടെ എത്തിയ അന്ന് മുതൽ അവർ കേരളത്തിൽ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ്. മറ്റൊരു സ്ഥാനാർത്ഥിയും കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. കേരളത്തിൽ ആലത്തൂരിൽ PK ബിജു നിന്ന കാലത്തും അതിനു മുമ്പും KR നാരായണന് ശേഷം കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടൊരു സ്ഥാനാർത്ഥി എന്നുള്ള മികവ്, സ്ഥാനാർത്ഥിയുടെ മികവ്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള കഴിവുകൾ, അവരുടെ രാഷ്ട്രീയ രംഗത്തുള്ള അവരുടെ പരിചയം എല്ലാം 100% അനുകൂല ഘടകമായിട്ടാണ് UDF കാണുന്നത്. യാതൊരു സംശയവുമില്ല. പിന്നെ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് BJPയുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭരണം ഏതായാലും ഇന്ത്യ രാജ്യത്തു നിന്ന് തുടച്ചു മാറ്റിയില്ലെങ്കിൽ ഇന്ന് കാണുന്ന രൂപത്തിലുള്ളൊരു ഇന്ത്യ രാജ്യം നിലനിൽക്കില്ല എന്നുള്ള ഒരു ബോധ്യം ജനങ്ങളുടെ മനസ്സിലൊക്കെ വന്നു ചേർന്നിട്ടുണ്ട്. ആ ഒരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളോ വിശദീകരണങ്ങളോ അവരുടെ സുരക്ഷിത മണ്ഡലങ്ങളോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസും BJPയും തമ്മിലുള്ളൊരു മത്സരമാണ്. അതിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ പ്രാധാന്യമുള്ള കേരളം എന്നൊരു സംസ്ഥാനത്തിനപ്പുറം ബംഗാളിലാണെങ്കിലും ശരി അവരുടെ സ്വാധീന മേഖലകളൊക്കെ നഷ്ടപ്പെട്ട് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണ് CPM നടത്തുന്നത്. ആ CPMൻ്റെ ആ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് വ്യക്തിപരമായ ആക്ഷേപങ്ങൾ സ്ഥാനാർത്ഥിയെക്കുറിച്ച്
LDFിൻ്റെ സംസ്ഥാന കൺവീനർ തന്നെ പൊന്നാനിയിലും കോഴിക്കോട്ടും ഒക്കെ പറഞ്ഞത്. അതിൽ നിന്ന് എത്രമാത്രം പ്രാധാന്യം രമ്യ ഹരിദാസിന് CPM നൽകുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ BJPയുടെ അഖിലേന്ത്യാ തലത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും, നോട്ട് നിരോധനമായാലും ശരി, അവരുടെ ആരെന്ത് ഭക്ഷിക്കണമെന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചയായാലും ശരി, മതന്യൂനപക്ഷങ്ങളോട് ഉള്ള അവരുടെ സമീപനങ്ങളായാലും ശരി, രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ള അവരുടെ സമീപനങ്ങളായാലും ശരി, ഒക്കെ എല്ലാം വർഗീയവൽക്കരിക്കപ്പെടുകയും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആളുകളായിട്ട് മാറി സംസാരിക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുണ്ടായ ആ ഒരു മതേതരത്വം എന്ന മഹത്തായ ഒരു സങ്കല്പം, അത് നമുക്ക് മഹാത്മാഗാന്ധി നൽകിയ മതേതരത്വത്തെ ചോദ്യം ചെയ്യപ്പെടുന്നു, വളരെ ഭംഗിയായി ചോദ്യം ചെയ്യപ്പെടുന്നു ഓരോ വിഷയത്തിലും. രാജ്യരക്ഷയുടെ കാര്യത്തിലായാലും BJP പരാജയമാണ്, സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലായാലും BJP പരാജയമാണ്. 100% പരാജയപ്പെട്ട ഒരു പുരോഗതിയും ഈ രാജ്യത്ത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഒരു മേഖലയിലും കൊട്ടിഘോഷിക്കുന്ന ചില വ്യാഖ്യാനങ്ങൾക്കപ്പുറം ഈ രാജ്യത്തിൻ്റെ 70 കൊല്ലക്കാലം അല്ലെങ്കിൽ 60 കൊല്ലക്കാലം കോൺഗ്രസ് ഭരിച്ചുണ്ടാക്കിയ എന്തെങ്കിലും അത്തരത്തിലുള്ള നേട്ടങ്ങൾ ഈ രാജ്യത്തുണ്ടാക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ചയിൽ വരുന്നുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എന്ത് മുഖം വെച്ച് അവർ വോട്ട് ചോദിക്കും? കേരളത്തിൽ കൊലപാതകങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം തിരുവനന്തപുരത്ത് കഞ്ചാവ് മാഫിയയും മദ്യലോബികളും അതുമാതിരിയുള്ള അക്രമങ്ങൾ 7-8 കൊലപാതകങ്ങൾ നടന്നു. ചെറുപ്പക്കാരായ 10-13 വയസ്സുള്ള കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു, ഒച്ചെറിയൽ സംഭവം. അതുമാതിരി തന്നെ എല്ലാ രംഗത്തും അരാജകത്വം, 2-3 കൊലപാതകങ്ങൾ കണ്ണൂർ മേഖലയിൽ നടന്നു. അത് ചെറുപ്പക്കാരെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. BJPയുടെ വടിവാളിനെക്കുറിച്ച് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി സഞ്ചരിക്കുന്ന കൂടെ സഞ്ചരിക്കുന്ന DYFIക്കാരൻ്റെ ഒറയിൽ നിന്ന് വാളൂരി വീഴുന്ന റോട്ടിലേക്ക്. അപ്പോൾ അക്രമത്തിൻ്റെ കാര്യത്തിൽ ആര് മുൻപന്തിയിൽ എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. അതുമാതിരി തന്നെ മറ്റൊരു കാര്യം, PK ബിജു എന്ന് പറയുന്ന നിലവിലെ MP സമ്പൂർണ്ണ പരാജയമാണ്. ഒരു പുരോഗതിയും ഈ നിയോജകമണ്ഡലത്തിൽ ഉണ്ടാക്കിയില്ല, ഒന്നും ഉണ്ടാക്കിയില്ല. വ്യക്തമാണ് UDFന്റെ നിലപാട്. ഒരു മിനിറ്റ്, വീണ്ടും അവസരമുണ്ട്, തിരിച്ചു വരാം. NDAയിലേക്ക് പോകുമ്പോൾ കൃത്യമായി BJPക്ക് വോട്ട് വിഹിതമുള്ള മണ്ഡലമാണ് ആലത്തൂർ. കഴിഞ്ഞ 2 തവണയും BJP താമര ചിഹ്നത്തിൽ മത്സരിച്ചു, വോട്ട് വിഹിതത്തിൽ വർധനയുമുണ്ടാക്കി. ഇത്തവണ BDJS എന്ന രീതിയിൽ, മുന്നണി എന്ന രീതിയിൽ BDJS സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. എന്തുമാത്രമുണ്ട് പ്രതീക്ഷകൾ? എന്ത് പറഞ്ഞാണ് ഈ മണ്ഡലത്തിൽ BDJS സ്ഥാനാർത്ഥി വോട്ട് തേടുന്നത്? NDA മുന്നണിയെ സംബന്ധിച്ച് ഇപ്പോൾ 2 മുന്നണി നേതാക്കന്മാരും കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യണത് ഇവിടെ BJP NDA സഖ്യത്തിനെയാണ്. അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ഈ 2 മുന്നണിക്കും ഇതുവരെയായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് അവർ മറന്നേക്ക് കൃത്യമായി പറഞ്ഞത്. കാരണം ഇവർ ഒരുമിച്ച് നിന്നുകൊണ്ടൊരു പ്രവർത്തനമാണ് കാഴ്ചവെക്കാനുള്ള പദ്ധതി എന്ന് വ്യക്തമായിട്ട് 2 മുന്നണികളും പറഞ്ഞു. കാരണം കൃത്യമായിട്ടുള്ള ലക്ഷ്യം BJP NDA സഖ്യത്തിന്. ഈ മണ്ഡലത്തെക്കുറിച്ച് നമുക്ക് പറയാം. മണ്ഡലത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു മണ്ഡലമാണ്. ഇന്നേ വരെ ഒരു MP, നമുക്ക് 10 വർഷമായിട്ടൊരു MP ഉണ്ട്, 2 ടേമായിട്ടുള്ളൊരു MP ഉണ്ട്. ആ MPക്ക് ഒന്നും ഇവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഏറ്റവും പിന്നോക്ക വിഭാഗക്കാർ താമസിക്കുന്ന, കോളനി നിവാസികൾ താമസിക്കുന്ന ഏറ്റവും പ്രബലമായ ഒരു സംവരണ മണ്ഡലമായ ഈ ആലത്തൂരിൽ എല്ലാവരും ഇന്നും ആ 1.5 സെൻറ്റ് 3 സെൻറ്റ് ഭൂമിയിൽ താമസിക്കുന്ന സ്ഥിതി മാത്രമാണുള്ളത്. ഒരു NDA വിജയിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് കൃത്യമായിട്ടും ഒരു ട്രൈബൽ കോളേജ് തന്നെ ഇവിടെ സ്ഥാപിക്കുമെന്നാണ് നമുക്ക് നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്. കാരണം ഇവിടെ ഒരുപാട് ആതുര സേവന രംഗത്തൊക്കെ പൂർണ്ണ പരാജയമാണ്. ഒരു നല്ലൊരു ഹോസ്പിറ്റൽ പോലുമില്ല. നമുക്കറിയാം നമ്മുടെ ഈ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഈ ആലത്തൂർ മണ്ഡലത്തിലാണ്. ഇവിടെ എല്ലാവർക്കും കാർഡിയോളജി സംബന്ധമായ കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു കാർഡിയാക് വാർഡോ ഒരു കാർഡിയാക് ഓപ്പറേഷൻ തിയേറ്റർ പോലും ഈ കണ്ട കാലമായിട്ട് നമ്മുടെ മുളങ്ങത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇല്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അത്രയധികം പേഷ്യൻസ് വരുന്ന സമയത്ത് ഒരു കാർഡിയാക് അറസ്റ്റായിട്ട് വരുന്ന സാധാരണ പാവപ്പെട്ടവരാണ് മെഡിക്കൽ കോളേജിനെ സമീപിക്കാറ്. ആ സമയത്ത് പറയുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. അങ്ങനെ നെൽകൃഷിക്കാരനെ സംബന്ധിച്ച് വെള്ളത്തിൻ്റെ അപര്യാപ്തത, ഗായത്രി പുഴയും ഭാരതപ്പുഴയും വേനൽക്കാലം ആവുന്ന സമയത്ത് തന്നെ അത് വറ്റിപ്പോകുന്നൊരവസ്ഥ. ഇന്നേ വരെ ഈ കണ്ട കാലം ഭരിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട MP ഒരു തടയണ പോലും അവിടെ കെട്ടാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു അവസ്ഥയാണ്. തൃശ്ശൂർ ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും കർഷകരുടെയും സാധാരണക്കാരുടെയും എല്ലാവിധ ജനങ്ങളുടെയും കുടിവെള്ള ക്ഷാമത്തിൻ്റെ പ്രശ്ന പരിഹാരമാണ് അതിലൊരു തടയണ കെട്ടുക എന്നുള്ളത്. അതൊന്നും ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല.
MP കഴിഞ്ഞ ഈ ടേമിൻ്റെ മുന്നത്തെ 5 വർഷം അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് ബോർഡ് ഞങ്ങൾ പുനരുജ്ജീവിപ്പിക്കും അതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെക്കാൻ. അതുമാത്രമേ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ 5 വർഷത്തെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ഡോക്ടറേറ്റ് കിട്ടി എന്നുള്ളത്. അതിനുവേണ്ടി അദ്ദേഹം പഠനത്തിന് വേണ്ടി പോയി. അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പരാജയം. അദ്ദേഹം പഠിച്ചു നല്ല മിടുക്കനായി ഡോക്ടറേറ്റൊക്കെ കിട്ടി, നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ താഴേക്കിടയിൽ നിന്നുള്ള ജനങ്ങൾ അവർ വീണ്ടും പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാതെ, പദ്ധതികളൊന്നും കൊടുക്കാതെ, അദ്ദേഹത്തിന് ചിലവാക്കാൻ കഴിയുന്ന തുക പോലും ചിലവാക്കാതെയാണ് ഇവിടേക്ക് തിരിഞ്ഞു നോക്കാതെയുള്ള പ്രവർത്തനം. പിന്നെ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു, ഇവിടെ പീഡനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അക്രമ രാഷ്ട്രീയവും പീഡനമൊക്കെ ഒരുപാട് കൈമുതലാക്കിയിട്ടുള്ളവരാണ് ഇവർ രണ്ടുപേരും. ഒരു കൊടുക്കൽ വാങ്ങൽ നയം സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ് CPM കോൺഗ്രസ്. അതിവിടെ തുടക്കത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരുപാട് പുരോഗതി ആവശ്യമുണ്ട്. താഴേക്കിടയിൽ നിന്ന് ഏറ്റവും പാവപ്പെട്ടവൻ്റെ ഒരു നേതാവാണ് നമുക്കറിയാം TV ബാബു എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഇവിടെ തന്നെ കടങ്ങോട് പഞ്ചായത്തിലെ മിച്ചൂമി സമരത്തിൽ 107 ദിവസം സമരം അനുഷ്ഠിച്ച് 27 ഏക്കറോളം ഭൂമി പാവപ്പെട്ടവർക്ക് വാങ്ങിച്ച് നൽകിയ ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരുപാട് ഈ നാട്ടിലെ പാവങ്ങളുടെ സ്വീകാര്യത, അദ്ദേഹം കോളനികളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആലത്തൂർ മണ്ഡലത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ചെയ്യുമ്പോൾ അവിടെ മാറി ഭരിച്ച കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ആ കഷ്ടതയിൽ ജീർണിച്ച അവസ്ഥയിൽ കഴിയുന്നവരാണ്. ഒരുപാട് വീടുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. 4-5 വർഷം മുന്നേ ഉണ്ടാക്കി കൊടുത്ത പാവപ്പെട്ടവർക്കുള്ള വീടുകളൊക്കെ ചോർന്നൊലിച്ച് നാശോന്മുഖമായി കിടക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ട് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കി കൊണ്ടുവരികയാണ്. അതിന് ശത്രുപക്ഷത്തിൽ നിന്ന് ജനങ്ങളെ ശത്രുപക്ഷത്തിൽ പ്രധാനമന്ത്രിയുടെ പദ്ധതി ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിയാൽ അവർക്ക് സുഖപരമായ ജീവിതമുണ്ടാകും എന്ന് പേടിച്ചുകൊണ്ട് CPM-ഉം അതിനെ തടയിടാൻ കോൺഗ്രസും CPM-ഉം ചേർന്നുകൊണ്ടുള്ള ഒരു പരിശ്രമം വ്യാപകമായി നടന്നുകൊണ്ട ഭാഗമായിട്ട് ആലത്തൂരിലും M. സത്യൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ UDF പ്രതിനിധി ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ മണ്ഡലത്തിൽ എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ, അവർ പാട്ടുപാടുന്നു. ആദ്യം വന്നത് പോസ്റ്റർ സംബന്ധിച്ച വിവാദമാണ്, പിന്നീട് പാട്ടിനെ സംബന്ധിച്ച ആക്ഷേപം വന്നു. ഏറ്റവും അവസാനം LDF കൺവീനർ ഉന്നയിച്ച ആരോപണം അത് വലിയ തരത്തിൽ ചർച്ചയായി. എന്തെങ്കിലും തരത്തിലുള്ള വിരളി ഈ എതിർ സ്ഥാനാർത്ഥിയുടെ വിജയം അല്ലെങ്കിൽ അത്തരമൊരു സൂചനകൾ ലഭിച്ചിട്ടാണോ LDF ഈ രീതിയിൽ ആക്ഷേപങ്ങൾ ശക്തമാക്കുന്നത്? ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കുന്നംകുളം നിയോജക മണ്ഡലത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരിൽ ഒരാളാണ്. ഇതുവരെ എവിടെയും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും വ്യക്തിപരമായൊരു അധിക്ഷേപവും ആക്ഷേപവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിൽ എവിടെയും ഉയർത്തിയിട്ടില്ല. LDF കൺവീനർ നടത്തിയ ഒരു പ്രസംഗം ഏതാനും ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് അത് വ്യക്തിപരമായ ആക്ഷേപമാണ് എന്ന രീതിയിൽ അവർ പരാതി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആ പരാതി കൊടുത്തത് അതിൻ്റെ നിയമപരവും സാങ്കേതികവുമായ വശങ്ങൾ അതിൻ്റെ ബന്ധപ്പെട്ട അതോറിറ്റികൾ പറയട്ടെ. പാട്ടുപാടുകയും ഡാൻസ് കളിക്കുകയൊക്കെ തന്നെ വ്യത്യസ്തമായ കഴിവുകളുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. അവർക്ക് അവരുടേതായ കഴിവ് പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട്. അതിനെയൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തടസ്സപ്പെടുത്താനോ ആക്ഷേപിക്കാനോ സന്നദ്ധവുമല്ല. രസതന്ത്രശാസ്ത്രത്തിൽ PhD കരസ്ഥമാക്കിയ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എവിടെയും പ്രകടിപ്പിക്കാനാവില്ല. ഒരു ലബോറട്ടറിയും കൊണ്ടുപോയി നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താനാവില്ല. വ്യത്യസ്തമായ കഴിവുകളുള്ള മനുഷ്യരാണ്. അവരുടെ വ്യത്യസ്തമായ കഴിവുകൾ അവരവർക്ക് പ്രകടിപ്പിക്കാവുന്ന വേദിയിൽ അവർ പ്രകടിപ്പിക്കട്ടെ. കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ PK ബിജു MP എന്ന് പറയുന്ന ആലത്തൂരിൻ്റെ പ്രതിനിധി ദേശീയ ശരാശരി പാർലമെൻറ്റ് അംഗങ്ങളുടെ ഹാജറിനേക്കാൾ ഉയർന്ന ഹാജർ നില ഉണ്ട്. 86% PK ബിജുവിൻ്റെ ഹാജർ നില. മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റും നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റും അനുവദിച്ച പ്രാദേശിക വികസന ഫണ്ട് 104% കൃത്യതയോടുകൂടി ചെലവഴിക്കപ്പെട്ട ഒരു MP-യാണ് PK ബിജു. കേരളത്തിൽ നിന്നുള്ള MP-മാരിലും ഇന്ത്യയിൽ നിന്നുള്ള MP-മാരിലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിച്ചവരുടെ പട്ടികയിലും ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ പങ്കെടുത്തവരുടെ പട്ടികയിലും PK ബിജുവിൻ്റെ സ്ഥാനം 1, 2, 3 എന്ന നിലയിൽ നിലയുറപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മണ്ഡലത്തിലൊരു വികസനവും നടന്നില്ല. മണ്ഡലത്തിലെ വികസനം MP മാത്രം വിചാരിച്ചുകൊണ്ട് നടത്തേണ്ട വികസനമല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സംസ്ഥാന ഗവൺമെൻറ്, പാർലമെൻറ്റ് അംഗം ഇവരെല്ലാം പൂർണ്ണമായ അർത്ഥത്തിൽ കൂടിയാലോചിച്ച് ഒരു മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയുള്ള നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്.
മറ്റേതൊരു മണ്ഡലത്തിൽ നടപ്പാക്കിയതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ കുടിവെള്ള മേഖലയിൽ ഹൈസ്കൂളുകളുടെ, LP സ്കൂളുകളുടെ, UP സ്കൂളുകളുടെ വിവര സാങ്കേതിക വിജ്ഞാനം പകർന്നു കൊടുക്കുന്ന കാര്യത്തിൽ, പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ കേന്ദ്ര ഫണ്ടും സംസ്ഥാന ഫണ്ടും നബാർഡിൻ്റെ ഫണ്ടുമെല്ലാം ഉപയോഗപ്പെടുത്തി ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ 274 കോടി രൂപ ഈ കുന്നംകുളം നിയോജക മണ്ഡലത്തിനകത്ത് വരുന്ന തൃശ്ശൂർ പൊന്നാനി കോൾ മേഖലയുടെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാം കൃത്യതയാർന്ന രീതിയിൽ തന്നെ ചെലവഴിക്കാനും ചെലവഴിക്കുന്ന പണം രാജ്യത്ത് അസറ്റുകളായി നിലനിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനും കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വാരാണസി മണ്ഡലത്തിലാണ് നരേന്ദ്രമോദി മത്സരിക്കുന്നത്. അല്ല, ഞാൻ പറയട്ടെ, മെഡിക്കൽ കോളേജ് പാർലമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ മണ്ഡലത്തിൽ MP-യുടെ സാന്നിധ്യം എത്രമാത്രം സജീവമായിരുന്നു എന്നാണ് ചോദ്യം. ഇപ്പോൾ UDF അവരുടെ പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു അവർ വിജയിച്ചു വരികയാണെങ്കിൽ പാർട്ട് ടൈം MP ആയിരിക്കില്ല എന്ന്. ഈ പ്രളയ സമയത്ത് പോലും വേണ്ടത്ര രീതിയിൽ പാലക്കാട് ജില്ലയിലെ ചില ഭാഗത്തും തൃശ്ശൂർ ജില്ലയിലും MP-യുടെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ട്. ഒരു പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമയത്ത് പോലും പാലക്കാട് ജില്ലയിൽ പെടുന്ന CPM-ന്റെ പാലക്കാട് ഘടകം ഇത് സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിച്ച തരത്തിലൊക്കെ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ മണ്ഡലത്തിൽ MP-യുടെ സാന്നിധ്യം എത്രമാത്രം സജീവമായിരുന്നു കഴിഞ്ഞ 5 വർഷം എന്നാണ് ചോദ്യം. CCTV-യുടെ പഴയ ക്ലിപ്പ് ഒന്ന് എടുത്ത് നോക്കിയാൽ MP-യുടെ സാന്നിധ്യം ഈ മണ്ഡലത്തിൽ എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. പൂർണ്ണമായ തരത്തിൽ ഒരു MLA ഒരു മണ്ഡലത്തിൽ എത്രമാത്രം നിറഞ്ഞു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ആ രീതിയിൽ ഈ കുന്നംകുളം മണ്ഡലത്തെ സംബന്ധിച്ച്, ആലത്തൂർ മണ്ഡലത്തെ സംബന്ധിച്ച് പ്രളയമുണ്ടായ ഘട്ടത്തിൽ ഞാനും PK ബിജു MP-യും ചേർന്ന് എത്താത്ത ഒരു ദുരിതാശ്വാസ ക്യാമ്പും ഈ നിയോജകമണ്ഡലത്തിലില്ല. അന്നേ ദിവസം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിലും ഇവിടെ ബോട്ട് വരെ കൊണ്ടുവന്ന് ആളുകളെ രക്ഷിക്കാനും ക്യാമ്പുകൾ തുറക്കാനും ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടാൻ മന്ത്രി AC മൊയ്തീനോടൊപ്പം PK ബിജുവും ഉണ്ടായിരുന്നു. എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളിലും PK ബിജു സന്ദർശനം നടത്തിയിട്ടുണ്ട്, ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിറഞ്ഞ സാന്നിധ്യമായി ഒരു MP എന്ന നിലയിലുള്ള നിറഞ്ഞ സാന്നിധ്യം എന്നതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും ഈ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം എന്ന് വസ്തുത പരിശോധിക്കുന്ന ആർക്കും പോലും. തീർച്ചയായും. ശ്രീ VK രഘുസ്വാമി, നേരത്തെ പറഞ്ഞു നിർത്തി തുടങ്ങാം. നമുക്ക് MN സത്യം പറയുകയുണ്ടായി, യാതൊരു തരത്തിലും സ്ഥാനാർത്ഥിയെ അവഹേളിക്കുന്ന തരത്തിൽ LDF മുന്നോട്ട് പോയിട്ടില്ല എന്ന് പറയുന്നു. നേരത്തെ LDF സ്ഥാനാർത്ഥി ഈ വിവാദങ്ങൾ ഉയർന്ന സമയത്ത് പറയുകയുണ്ടായി, UDF വേണ്ടത്ര രീതിയിൽ ഈ വിഷയം രാഷ്ട്രീയമായ രീതിയിൽ വിഷയങ്ങൾ ഉന്നയിക്കുന്നില്ല, വൈകാരികമായ വിഷയങ്ങൾ എടുക്കുന്നു. രാഷ്ട്രീയം ഇനി പറയാതെ പോവുകയാണെങ്കിൽ ഉള്ള വോട്ട് കൂടി പോകുമെന്നാണ് LDF സ്ഥാനാർത്ഥി PK ബിജു പറഞ്ഞത്. എന്താണ് മറുപടി? വളരെ വ്യക്തമായി രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. MN സത്യൻ സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്നുള്ള പരാതിയൊന്നും ഇവിടെ ആരും ഉന്നയിച്ചില്ല. എന്തിനാണ് MN സത്യം പറയണത്? സംസ്ഥാന നേതാവ് LDF-ൻ്റെ കൺവീനറായിട്ടുള്ള ആൾ പരസ്യമായി ഒരു പൊതു സമ്മേളനത്തിൽ വെച്ച് കോഴിക്കോട് വെച്ചും പൊന്നാനിയിൽ വെച്ചും പറഞ്ഞ്, അതുമാതിരി തന്നെ അത്തരത്തിലുള്ള LDF-മായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞത് അത് നിഷേധിക്കാൻ അവർക്ക് സാധിക്കില്ല. അത് അവരുടെ വെപ്രാളം കൊണ്ട് പറഞ്ഞത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പിന്നെ ബിജുവിൻ്റെ സാന്നിധ്യം ഈ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. 68% അല്ലെങ്കിൽ 70% അറ്റൻഡൻസ് MP എന്നുള്ള നിലയിൽ പാർലമെൻറ്റിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ അറ്റൻഡ് ചെയ്താൽ അവിടെ MP-ക്ക് മറ്റേ സിറ്റിംഗ് ഫീസ് കിട്ടും. ഇവിടെ നിയോജകമണ്ഡലത്തിൽ കിടന്ന് ഓടി നടന്ന ഒന്നും കിട്ടില്ല. അതുകൊണ്ട് സാമ്പത്തിക രംഗം കൂടി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിന് അവിടെ കാരണമാണ്. അദ്ദേഹം ഈ നേരത്തെ പറഞ്ഞ മാതിരി ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ MP ആയത്. എത്ര ആളുകൾ ഇവിടെ ഡോക്ടറേറ്റ് എടുക്കണു? ലാബ് വെച്ചിട്ടല്ലല്ലോ അവർ പ്രചരണം നടത്തുന്നത്. ഇവിടെ അവരുടെ കഴിവിനെക്കുറിച്ചോ അവരുടെ വ്യക്തിപരമായ കഴിവിനെക്കുറിച്ചോ ആക്ഷേപമില്ല. വ്യക്തിപരമായ കാര്യത്തിൽ ബിജുവിൻ്റെ വികസന രേഖയിൽ പറയുന്നു 10ൽ 10 മാർക്ക് ബിജുവിന്. എന്ത് വികസനം ഉണ്ടായേ? ഇവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറയേണ്ട കാര്യം എന്താ? അങ്കമാടി നിർമ്മിച്ചു. പഞ്ചായത്ത് മെമ്പർ, ഞാൻ പഞ്ചായത്ത് മെമ്പർ 3 അങ്കമാടി നിർമ്മിച്ചു എൻ്റെ വാർഡിൽ. പഞ്ചായത്ത് മെമ്പർ ചെയ്യേണ്ട കാര്യമില്ല. മെമ്പർ ഓഫ് പഞ്ചായത്തല്ല, മെമ്പർ ഓഫ് പാർലമെൻറ്റിലാണ് PK ബിജു. അദ്ദേഹം ചെയ്യേണ്ട കാര്യം കടങ്ങോട് സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതി, 8 പഞ്ചായത്തുകൾക്ക് ഉപകരണമായ പദ്ധതി. ആ ഉപകാരമായ പദ്ധതി അവിടെ ഇപ്പോൾ പ്രവർത്തിക്കാതെ കിടക്കുക. തിരിഞ്ഞു നോക്കിയില്ല, ഒരു കാര്യം ചെയ്തില്ല. കുന്നംകുളത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഗുരുവായൂർ കുറ്റിപ്പുഴ റെയിൽവേ MP അവിടെ ഉന്നയിക്കേണ്ടതാണ്. ഒരു വിഷയം പോലും അവിടെ പാർലമെൻറ്റിൽ ഉന്നയിച്ചിട്ടില്ല. അവിടെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞില്ല. ചോദ്യം ചോദിച്ചു എന്നാണ് പറയുന്നത്. ഇതിനൊക്കെ ആര് തെളിവ് കൊടുക്കാനാണ്?
രാഷ്ട്രീയ വേദിയിൽ പറയുന്നതിനപ്പുറം സത്യസന്ധമായ വിലയിരുത്തൽ നടത്തുമ്പോൾ ഒരു 10 ആൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മുട്ടുസൂചിയുടെ കമ്പനി പോലും ഈ ആലത്തൂർ നിയോജകമണ്ഡലത്തിൽ 10 കൊല്ലം 2500 കോടി കിട്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ട് 2000 കോടി ചിലവാക്കി 500 കോടി, ആ 500 കോടി ഉപയോഗിച്ച് 10 ആൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സ്ഥാപനം തുടങ്ങിക്കൂടെ? ഒരു നയാ പൈസ പോലും കുടിവെള്ള കാര്യത്തിൽ ചെറിയ ചെറിയ കുടിവെള്ള പദ്ധതി, ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ ജലനിധിയുടെ 25 യൂണിറ്റ് ഉണ്ടാക്കി. അതൊന്നും എം പിയുടെ ജോലിയല്ല. എം പി ചെയ്യേണ്ടത് ഈ നിയോജകമണ്ഡലത്തിലെ സമഗ്ര വികസനം, ആലത്തൂർ തൊട്ട് നമ്മുടെ ഈ കുന്നംകുളം വരെയുള്ള നിയോജകമണ്ഡലത്തിൽ സമഗ്ര വികസനത്തിന് വേണ്ടി എന്ത് പദ്ധതി കൊണ്ടുവന്നു? ഒരു ചെറിയ പദ്ധതി കൊണ്ടുവന്നു. ആർക്കെങ്കിലും 10 തൊഴിൽ മേഖലയിൽ എന്തെങ്കിലും ഉണ്ടായോ? കാർഷിക മേഖലയിലെ എല്ലാ എം പിമാരും തൃശ്ശൂർ എം പിയും കോളേജിന് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഈ കണക്ക് പറയുന്നതാണ്. തൃശ്ശൂർ എം പിയും കൊടുത്തിട്ടുണ്ട് കാട്ടക്കാമ്പാൽ അല്ലെങ്കിൽ അവിടുത്തെ കോൾ കൃഷിക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള തകർന്ന്. ഇതെവിടുന്നാ? കേന്ദ്ര ഗവൺമെൻറ് ഒരു ലെറ്റർ പേഡിൽ എഴുതി കൊടുക്കുക. അതിനുവേണ്ടി അവരുടെ ഒരു ബുദ്ധി ഉപയോഗിച്ചോ അവരുടെ കഴിവ് ഉപയോഗിച്ചോ ഒരു പദ്ധതി രൂപീകരിച്ച് അത് ഈ നിയോജകമണ്ഡലത്തിൽ നടപ്പാക്കി കാണിക്കില്ല. കഴിഞ്ഞ 10 വർഷവും ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് BK ബിജു ആയിരുന്നു. UDF ആയിരുന്നു പ്രധാനപ്പെട്ട പ്രതിപക്ഷം. എന്ത് പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ UDF-ന്? ആ പ്രതിഷേധത്തിൻ്റെ അലയാണല്ലോ ഇപ്പോൾ കാണുന്നത്. ആ പ്രതിഷേധത്തിൻ്റെ അലയാണ് ജനങ്ങളുടെ ഇടയിൽ കാണുന്നത്. അതുകൊണ്ടാണല്ലോ അവർ വെപ്രാളടിച്ചുകൊണ്ട് ഈ മതിലിൻ്റെ പേരിലും വനിതാ മതിലിൻ്റെ പേരിലും മറ്റുള്ള പേരിലൊക്കെയാണല്ലേ പ്രചരണം നടത്തുന്നത്. എന്ത് ചെയ്തു കേരളത്തിലെ ഗവൺമെൻറ്? ഈ ആലത്തൂർ MP വിജയ് എന്ത് ചെയ്തു? ഒരെണ്ണം എടുത്ത് പറയുന്നൊരു കാര്യമുണ്ടോ? ആ കുടിവെള്ള പദ്ധതി 3 ലക്ഷം, ഈ അങ്കമാടിക്ക് 3 ലക്ഷം. അങ്കമാടി കെട്ടിടമൊക്കെ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, MLA വരെയുള്ള ആളുകൾ കൊടുക്കും. ഒരു MP എന്ന് പറയുന്നത് ലോകസഭയിൽ പോകുന്ന ആളാണ്. അങ്കമാടിക്ക് 3 ലക്ഷം ഉറുപ്പ്യ കൊടുത്തല്ല പ്രധാനപ്പെട്ട വിഷയം. കുടിവെള്ളം, ആരോഗ്യ മേഖല, റെയിൽവേ ഒരു MP-യെ സംബന്ധിച്ച് ചലഞ്ചാണ്. ഈ 3 വിഷയങ്ങളിൽ വേണ്ടത്ര രീതിയിൽ ഇടപെട്ടില്ല എന്നാണ് UDF ഊന്നി പറയുന്നത്. എന്താണ് മറുപടി? MN സത്യൻ. 2014 വരെ ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസ്സാണ്. K. കരുണാകരൻ തറക്കല്ലിട്ട പദ്ധതിയാണ് കുറ്റിപ്പുറം ഗുരുവായൂർ റെയിൽവേ. കേന്ദ്ര വ്യവസായ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ വർഷങ്ങളായി ഗുരുവായൂർ തൃശ്ശൂർ നിയോജകമണ്ഡലത്തിലെ MP-യും ആലത്തൂർ നിയോജകമണ്ഡലത്തിലെ MP-യും ഇത് വരുന്നതിന് വേണ്ടി നിരവധിയായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ കേരളത്തേക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു പുതിയ റെയിൽവേ പദ്ധതി പോലും നമുക്ക് അനുവദിച്ചിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. കുടിവെള്ള മേഖലയിൽ 100 ചില്ലാനം കുടിവെള്ള പദ്ധതികളാണ് കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ളിൽ ഈ ആലത്തൂർ മണ്ഡലത്തിന് നടപ്പാക്കിയത്. 108 കോടിയോളം രൂപ അതിനുവേണ്ടി ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് 148 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പുതിയ കീമോതെറാപ്പിക്ക് വേണ്ടി വരുന്ന കീമോഡയർ വാർഡ് പുതിയ കെട്ടിടം നിർമ്മിച്ച് ക്യാൻസർ രോഗികൾക്ക് ആവശ്യത്തിന് സൗകര്യം നൽകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംവിധാനം തൃശ്ശൂർ മെഡിക്കൽ കോളേജിനകത്ത് കൊണ്ടുവന്നത്. പശ്ചാത്തല മേഖലയിൽ നിരവധി റോഡുകൾ നമ്മുടെ നിയോജകമണ്ഡലത്തിനകത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി പണിത് പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മൾ എണ്ണി പറയാൻ കഴിയുന്ന ഒരു സമയം ഇത്തരമൊരു പരിപാടിക്കില്ല എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. BJP എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കഴിഞ്ഞ 2 ടേമായിക്കൊണ്ട് PK ബിജു തന്നെയാണ് ഇവിടെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ പോലും വേണ്ടത്ര രീതിയിൽ നടപ്പാക്കുന്നതിൽ MP പൂർണ്ണമായും കാര്യക്ഷമമായി ഇടപെട്ടിട്ടുണ്ടോ? സംവാദത്തിലെ പ്രധാനമായും 2 കക്ഷികളും പ്രധാനമായിട്ട് മോദിയെ താഴെ ഇറക്കുക എന്നൊരു പദ്ധതിയാണ് പറഞ്ഞത്. സത്യേട്ടൻ പറഞ്ഞൊരു കാര്യം, 2 കോടി ജനങ്ങൾക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് മോദി അധികാരത്തിലെത്തിയത്. അത് ഞാൻ ഈ അവസരത്തിൽ പറയാൻ പോകുന്നൊരു കാര്യം, 22 കോടി ജനങ്ങളാണ് മുദ്രാ പദ്ധതി പ്രകാരം ഇന്ന് ലോൺ എടുത്തിട്ട് സ്വന്തം വ്യവസായ സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നത്. ഒരു തൊഴിൽ സ്ഥാപനത്തിൽ 2 പേർക്കെങ്കിലും മിനിമം ജോലി കിട്ടിക്കാണുകയാണെങ്കിൽ മിനിമം 24 കോടി ജനങ്ങൾക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞു.
2 കോടി ജനങ്ങൾക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് 4.5 വർഷം ആവുമ്പോഴേക്കും 24 കോടി ജനങ്ങൾക്ക് ആ മേഖലയിൽ മാത്രം തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞു മോദിക്ക്. അതാണ് ഇവിടെ ഒരുപാട് ഇപ്പോൾ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചായാലും പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ചായാലും ഇതിലെ റോഡുകളുടെ കാര്യമൊക്കെ ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട്. റോഡുകൾ വളരെ ശോചനീയമായ രീതിയിലുള്ള റോഡുകളാണ് ഈ മണ്ഡലത്തിലുള്ളത്. പിന്നെ റോഡുകൾ നല്ലതുള്ളത് പ്രധാനമന്ത്രിയുടെ സടക്ക് യോജന പ്രകാരം നിർമ്മിച്ച റോഡുകളാണ്. അത് ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട MP എത്തി. അത് അതിൻ്റെ ഒരു കണ്ടീഷനാണ്. കാരണം പ്രാദേശികമായിട്ടുള്ള MP അത് ഉദ്ഘാടനം ചെയ്യണം. അതാണ് അവിടെ സംഭവിച്ചത്. ഗ്രാമവികസന മന്ത്രാലയത്തിൻ്റെ റോഡുകളും സടക്ക് യോജന പ്രകാരമുള്ള റോഡുകളും അതിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരൊക്കെ അന്താരാഷ്ട്ര നിലവാരം, LDF പ്രതിനിധി പറഞ്ഞ പോലെ അന്താരാഷ്ട്ര നിലവാരത്തിലാണ്. അതാണ് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ. അത് ഉദ്ഘാടനം ബിജു ചെയ്തു എന്നതുകൊണ്ട്, ബഹുമാനപ്പെട്ട MP ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പണിയും അതിലില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ള. പിന്നെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആവലാതിപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെ കൃത്യമായി കോൺഗ്രസ്സുകാരനും അത് സമരം ചെയ്തിട്ടില്ല എന്നുള്ള വസ്തുത എടുത്ത് കാണിച്ചു. കാരണം ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം, കൊടുക്കൽ വാങ്ങൽ രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുന്നവർ ഒരു 5 വർഷം ഇവിടെ പ്രാദേശികമായിട്ട് ഭരിക്കുന്നു, അടുത്ത 5 വർഷം മറ്റവർ ഭരിക്കുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം ആരും അന്യോന്യം അത്ര സ്ട്രോങ് ആയിട്ടുള്ള സമരങ്ങളൊന്നും ചെയ്തതായിട്ട് ഇവിടെ കണ്ടിട്ടില്ല. കാരണം ഒരു തവണ ഒരു ഗവൺമെൻറ് ഇറങ്ങി വരുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ റോഡുകളിലൊക്കെ എഴുതി കാണിച്ച് പരസ്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇറങ്ങുക. അപ്പോൾ സോളാർ പോലെയുള്ള കേസുകൾ. പക്ഷേ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ, LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അവരുടെ മറ്റവരുടെ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാനൊന്നുമില്ല. ഇവർ തിരിച്ചു വരുന്ന സമയത്തും അതില്ല. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം നടത്തി ജനങ്ങൾ മടുത്ത് കഴിഞ്ഞ ഒരു മണ്ഡലമാണിത്. ശ്രീ MN സത്യൻ, കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നിഷേധ വോട്ടുകൾ വന്ന മണ്ഡലം കൂടിയാണ് ആലത്തൂർ. ഇതിൽ ഏറ്റവും കൂടുതൽ വന്നത് ചിറ്റൂരിലാണ്. 10,000-ലധികം വോട്ടുകൾ നിഷേധ വോട്ടുകളായി വന്നു. അവിടെ നിലനിൽക്കുന്ന കുടിവെള്ള പ്രശ്നമായിരിക്കാം അതിന് കാരണമെന്ന് വിലയിരുത്തലുണ്ടായിരുന്നു. ഇത്തവണ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണോ LDF മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ആലത്തൂർ മണ്ഡലത്തിൽ LDF മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു സ്ഥിതി ചിറ്റൂർ മണ്ഡലത്തിലുള്ളത് ഇന്നവിടെ MLAയും മന്ത്രിയുമായിരിക്കുന്ന K. കൃഷ്ണൻകുട്ടി ജനതാദൾ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ല. 2014 ഇന്ന് LDFിലെ ഘടകകക്ഷിയായി അവർ കൂടി ഈ മുന്നണിയിലേക്ക് വന്നു എന്നതുകൊണ്ട് ചിറ്റൂരിൽ അമ്പരപ്പിക്കുന്ന ഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചിറ്റൂർ അസംബ്ലി മണ്ഡലത്തിൽ നിന്നുണ്ടാകും. ആ രീതിയിൽ വടക്കാഞ്ചേരിയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു MLA ഇല്ലാത്ത മണ്ഡലം. 43 വോട്ടിന് ജയിച്ച അനിലക്കര അവിടെ MLA ആണ്. ആ മണ്ഡലം കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭൂരിപക്ഷം കരസ്ഥമാക്കിക്കൊണ്ട് ആലത്തൂർ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തോടു കൂടി ഇത്തവണ തിരഞ്ഞെടുക്കപ്പെടും എന്നതാണ് നിലവിലുള്ള സ്ഥിതി. ശ്രീ VK രഘുസ്വാമി, നമുക്കറിയാം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ വരവ്. രാഹുൽ ഗാന്ധിയുടെ വരവ് ഇപ്പോൾ UDF പറയുന്നത് 2020 എന്നാണ്. 20 മണ്ഡലങ്ങളും വിജയിക്കും. ആലത്തൂർ ആ ഗണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ വിജയം നേടുമെന്നാണോ UDF പറയുന്നത്? അതൊരു സംശയമൊന്നുമില്ല. രാഹുൽ ഗാന്ധിയുടെ വരവിനെ ഏറ്റവും കൂടുതൽ ശക്തമായി എതിർത്തത് CPM ആണല്ലോ. പേടിച്ചിട്ടാണ് വരണമെന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ് CPM-ഉം BJP നടത്തിയത്. പേടിച്ചിട്ട് തന്നെ വരുന്ന രാഹുൽ ഗാന്ധി, യാതൊരു സംശയവുമില്ല. എന്താ കാരണം? വടക്കേ ഇന്ത്യയിൽ മോഡിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വോട്ടിംഗ് മെഷീനിൽ നടക്കുന്ന കൃത്രിമങ്ങളെക്കുറിച്ച് വളരെ ആശങ്കയുണ്ട്. ഒരു പക്ഷേ അവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി കാണാതാകാവുന്ന അവസ്ഥ പോലും അവിടെ ഉണ്ടാവും. എന്തും മോഡിയുടെ ഭരണത്തിൽ നടക്കും. അതുകൊണ്ട് തന്നെയാണ് സുരക്ഷിതമായ രീതിയിൽ ഒരു സ്ഥലത്ത് കൂടി മത്സരിച്ചത്. കഴിഞ്ഞ തവണ മോഡി 2 സ്ഥലത്ത് മത്സരിച്ചപ്പോൾ ഈ വാദമൊന്നും കണ്ടില്ലല്ലോ. അതുമാതിരി തന്നെ ഒരു വിമാനത്തിന് എന്തിനാ 2 എഞ്ചിൻ? സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. അതിനെ നിങ്ങൾ പേടിയെന്നോ ഭയമെന്നോ പരിഹാസമെന്നോ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. അതൊന്നും അല്ലല്ലോ പ്രശ്നം. 2 സ്ഥലത്ത് മത്സരിക്കുന്ന നടാടെയൊന്നുമല്ല. K. കരുണാകരൻ കേരളത്തിൽ 2 സ്ഥലത്ത് മത്സരിച്ചിട്ടുണ്ട്. മാളയിലും മത്സരിച്ചു, നേമത്ത് മത്സരിച്ചു, ഇന്ദിരാഗാന്ധി മത്സരിച്ചിട്ടുണ്ട്, മോഡി മത്സരിച്ചിട്ടുണ്ട്. ഇത്തവണ മാത്രം ഇതിൽ ഇത്ര വലിയ പ്രത്യേകത എന്താ? ചെയ്യേണ്ടത് എന്താ? ഈ രാജ്യത്തെ BJP-നെ CPM എതിർക്കുന്നുണ്ടെങ്കിൽ BJP ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിക്കണം. അത് ചെയ്തില്ലല്ലോ. നമ്മുടെ ചർച്ച നമുക്ക് അത് വിടാം. ഈ മണ്ഡലത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രചരണ രംഗത്ത് എന്ത് തരം മേൽക്കോയ്മയാണ് UDF കൈവരിച്ചിരിക്കുന്നത്? നേരത്തെ MN സത്യൻ പറഞ്ഞതുപോലെ പാലക്കാട് ജില്ലയിൽ പെടുന്ന 4 മണ്ഡലങ്ങൾ, തൃശ്ശൂർ ജില്ലയിൽ പെടുന്ന 2 മണ്ഡലങ്ങൾ, ഇതെല്ലാം ഇപ്പോ രാഷ്ട്രീയമായി അവിടെയെല്ലാം ഇടതുപക്ഷ മുന്നണിക്കാണ് ഭൂരിപക്ഷം. ഇതിൽ നിന്ന് വ്യത്യസ്തമായ എന്ത് സാഹചര്യം ഉണ്ടാകുമെന്നാണ് UDF കണക്കുകൂടുന്നത്? ഒരു കാര്യം മറ്റേ ഇടതുപക്ഷത്തിന്റെ നേതൃത്വം തെറ്റിദ്ധരിക്കേണ്ട. ഇവിടെ 35% ആളുകളാണ് ഉറച്ച രാഷ്ട്രീയ അഭിപ്രായം.
ബാക്കി 65% ആളുകളാണ് ഈ വിധി നിർണ്ണയിക്കുന്നത്. ആ 65% ആളുകളിൽ ഒരാൾ പോലും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിനെ അംഗീകരിക്കില്ല, യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ കണക്കും അതല്ലെങ്കിൽ അതിലത്തെ മുമ്പിലത്തെ കണക്കൊക്കെ വെച്ച് വോട്ട് ചെയ്യുമ്പോൾ ആളുകൾ, ബുദ്ധിയുള്ള ആളുകൾ വോട്ട് ചെയ്യുന്നു. അതല്ലാണ്ട് ഇവരുടെ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല വോട്ട് ചെയ്യുന്നത്. ഈ ആളുകൾ ഇത്രമാത്രം സമ്പൂർണ്ണ പരാജയമായ ഒരു MP കേരളത്തിന് ചരിത്രത്തിലുണ്ടായിട്ടില്ല. സ്വന്തം കാര്യത്തിൽ അദ്ദേഹത്തിന് 10ൽ 10 മാർക്കും പൊതുകാര്യത്തിൽ അദ്ദേഹത്തിന് 10ൽ 0 മാർക്കുമാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വികസന രേഖയിൽ അദ്ദേഹം സ്വയം 10ൽ 10 മാർക്ക് ഇട്ടിട്ടുണ്ട്. ആ വികസന രേഖയിൽ തീവണ്ടിയുടെ ചിത്രമുണ്ട്. എന്നിട്ട് പറയണത് റെയിൽവേ മന്ത്രിക്ക് അപേക്ഷ കൊടുക്കണതിൻ്റെ ഫോട്ടോ ആണ് വെച്ചേക്കണത്. ഒരു പദ്ധതിയെക്കുറിച്ച് പറയുന്നില്ല. ഈ വിജയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം PK ബിജു കഴിഞ്ഞ 10 കൊല്ലക്കാലം ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചു വഞ്ചിച്ചതിൻ്റെ ഒരു പ്രതികാര വോട്ട് അതോടൊപ്പം സ്ഥാനാർത്ഥിയുടെ മികവും സ്ഥാനാർത്ഥി ഇത്തവണ ശബരിമല കർമ്മസമിതിയുടെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ്. ശബരിമല വലിയ തോതിൽ വിവാദം ഉണ്ടാകുന്ന വിഷയം കൂടിയാണ് ഇത്തവണ. ശബരിമല വിഷയം ഈ മണ്ഡലത്തിൽ സജീവ ചർച്ചയാക്കാൻ BJP ഉദ്ദേശിക്കുന്നുണ്ടോ അല്ലെങ്കിൽ NDA ഉദ്ദേശിക്കുന്നുണ്ടോ? ഈ മത്സരം, ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് അത് വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ളൊരു മത്സരമായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. കാരണം ഈ മണ്ഡലത്തിലെ 100% അടങ്ങുന്ന ജനങ്ങൾ മുഴുവൻ വിശ്വാസികളാണ്. ആ വിശ്വാസത്തെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇടതുപക്ഷം നമുക്ക് കേരളത്തിൽ ചെയ്തതായിട്ട് കാണാനുള്ളത്. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ പേരിൽ വോട്ട് തേടുകയല്ല, അവിടെ വിശ്വാസികൾ കൃത്യമായി ആരാണോ ഈ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നത്, ജനങ്ങളുടെ സുഖജീവിതത്തിന്, സന്തോഷകരമായ ജീവിതത്തിന്, സമാധാനപരമായ ജീവിതത്തിന് വിശ്വാസം വേണം എന്നുള്ള നിർബന്ധമാണ്. അപ്പോൾ വിശ്വാസത്തെ തകർത്തവരെ എന്തായാലും പടിക്ക് പുറത്ത് ആക്കും എന്നുള്ള തന്നെയാണ് നമ്മുടെ 70% വരുന്ന നിഷ്പക്ഷമതികൾ ഇവിടെ ചിന്തിക്കുന്നുണ്ടാവുക. ഇവിടെ പ്രളയത്തെക്കുറിച്ച് നമ്മൾക്കൊന്ന് ആലോചിക്കുമ്പോൾ, പ്രളയം കൃത്രിമമായി ഉണ്ടായ പ്രളയത്തിൽ കഷ്ടപ്പെടുന്നവരെ ഒന്നും തിരിഞ്ഞു നോക്കുക പോലും ഈ MP ചെയ്തിട്ടില്ല എന്നുള്ള സത്യമാണ്. നമ്മുടെ വടക്കാഞ്ചേരിയിലൊക്കെ ദാരുണമായി മടയിടിഞ്ഞ് കൊല്ലപ്പെട്ട, മണ്ണിടിഞ്ഞ് കൊല്ലപ്പെട്ടവരുടെ വീടുണ്ടാക്കി കൊടുക്കാൻ സേവാഭാരതിയാണ് അവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നത്. ഇവിടുത്തെ ഭരിക്കുന്ന ഭരണകർത്താക്കളോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമൊന്നും അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടതായിട്ട് ഒരു റിപ്പോർട്ടും എവിടെയും കാണാൻ കഴിയില്ല. ഒരുപാട് സേവാഭാരതി പ്രവർത്തകരാണ് ഇവർക്ക് വേണ്ടി ദുരിതാശ്വാസ നിധി ഉണ്ടാക്കി കൊടുക്കുന്നു, അവർക്ക് വീട് ഉണ്ടാക്കി കൊടുക്കുന്നു, തൊഴിൽ നേടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമുക്കറിയാം 12,000-ലധികം കോടി രൂപ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. 483ഓളം പേര് അതിൽ അവർ ജീവത്യാഗം ചെയ്തു അല്ലെങ്കിൽ മരിച്ചു. അവർക്ക് 25 ലക്ഷം വെച്ച് ഓരോരുത്തർക്കും കൊടുക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇതുവരെയായിട്ട് ഒന്നും നൽകിയതായിട്ട് നമുക്ക് റിപ്പോർട്ട് സംബന്ധിച്ച മറുപടി MN സത്യൻ പറഞ്ഞു കഴിഞ്ഞു. സമയപരിധി കൊണ്ട് മാത്രം ഇടപെടുകയാണ്. അവസാനമായി ശ്രീ MN സത്യൻ, ഈ മണ്ഡലം അത് LDFന്റെ കോട്ട എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇത്തവണ ഒരു തരംഗം അത് ഉള്ളതായിട്ട് LDFന് തോന്നുന്നുണ്ടോ? നമുക്കറിയാം പ്രീപോൾ സർവേകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. സമ്മിശ്രമാണ് പ്രതികരണം. എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കയുണ്ടോ? അല്ലെങ്കിൽ ഭൂരിപക്ഷം വിജയിക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം എത്രയായിരിക്കുമെന്ന് ഏകദേശം പറയാൻ സാധിക്കുമോ? ആദ്യം 20,000 വന്നു, കഴിഞ്ഞ തവണ 37,000-ൽ അധികം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. ഇത്തവണ എന്താണ് മത്സരത്തിൻ്റെ സ്ഥിതി? പ്രീപോൾ സർവേകൾ നേരത്തെ പലയിടത്തും ചർച്ച ചെയ്യപ്പെട്ടതാണ്. സർവേ നടത്തുന്നവരുടെ താല്പര്യം കൂടി പ്രകടിതമാകുന്ന തരത്തിലുള്ള സർവേകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ സർവേ 23-ാം തീയതി നടക്കാനിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആലത്തൂർ ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ 100% വർധനവോടുകൂടി LDF സ്ഥാനാർത്ഥി ഡോക്ടർ PK ബിജു തിരഞ്ഞെടുക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ 1.5 മാസമായി ഞങ്ങൾ നടത്തിയ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ള പ്രവർത്തനങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ അത്തരമൊരു അഭിപ്രായം പറയുന്നത്. അത് ഒരു തെരഞ്ഞെടുപ്പിലും ഒരു സ്ഥാനാർത്ഥിയും പരാജയപ്പെടുമെന്ന് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ പറയില്ലല്ലോ. അപ്പം അതുകൊണ്ട് മറ്റുള്ളവർ ഇത് അംഗീകരിച്ചോളന്നില്ല. എന്നോട് ചോദിച്ച അഭിപ്രായത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞ്, ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തോട് ആലത്തൂർ മണ്ഡലത്തിലെ ജനതയ്ക്കുള്ള ഏറ്റവും വൈകാരികമായ അടുപ്പം കൃത്യതയോടെ പ്രതിഫലിക്കുന്ന തെരഞ്ഞെടുപ്പ് വിധിയായിരിക്കും ആലത്തൂർ മണ്ഡലത്തിൻ്റെ എന്നത് തന്നെയാണ്. ശ്രീ VK രഘുസ്വാമി, അവസാനമായി പ്രചരണം അവസാന ഘട്ടത്തിലാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? UDFന് എന്തുമാത്രം പ്രതീക്ഷയുണ്ട് ഈ മണ്ഡലത്തിൽ? UDFനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി
UDF സ്ഥാനാർത്ഥിയുടെ മികവ്, കഴിവ് ഒരു പ്രധാന ഘടകമാണ്. ആ കഴിവിൻ്റെ ഒപ്പം, ആ മികവിൻ്റെ ഒപ്പം തന്നെ MP-യുടെ പരാജയം, 100% പരാജയപ്പെട്ട പ്രവർത്തനങ്ങൾ, ഒരു സഹായം പോലും ഈ ഒരാൾക്കും ഈ രാജ്യത്തുണ്ടായിട്ടില്ല. ഇവിടെ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല ഇവിടുത്തെ BJP-യുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഇത് എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന് ഇത് ശനിദശയാണ്, ശനിദശ. ഈ ശനിദശയിൽ അവർക്ക് അതിന് പരിഹാരം എന്തെങ്കിലും വല്ല നീല വസ്ത്രം ധരിക്കുകയോ കറുത്ത വസ്ത്രം ധരിക്കുകയോ ശനീശ്വരനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാന്നല്ലാതെ ഇത് കണ്ടകശനിയാണ്. ഇത് കൊണ്ടേ പോകൂ. CPM-ന് ഇപ്പോൾ കണ്ടകശനിയാണ്, യാതൊരു സംശയമില്ല. ഇത് CPM-ന് കൊണ്ടേ പോകും, യാതൊരു സംശയമില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ശ്രീ KS രാജേഷ്, സമയപരിമിതിയുണ്ട്, 8 മണിക്ക് വാർത്തയുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ തവണ വളരെ വലിയ തോതിലുള്ള മുന്നേറ്റം നടത്താൻ സാധിച്ചു. പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ മണ്ഡലത്തിൽ 1.5 ലക്ഷത്തിലധികം വോട്ടുകൾ പിടിക്കാൻ സാധിച്ചു. വോട്ടുകൾ ഇതിൽ കുറഞ്ഞു പോവുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ വോട്ട് കച്ചവടം സംബന്ധിച്ചുള്ള ആക്ഷേപം വരും. പിന്നീട് മാത്രമല്ല വോട്ട് മറിച്ചും തരത്തിലുള്ള ആക്ഷേപങ്ങൾ വരും. എന്ത് തരത്തിലുള്ള മുന്നേറ്റമാണ് BJP NDA പ്രതീക്ഷിക്കുന്നത് ഈ മണ്ഡലത്തിൽ? വോട്ട് കച്ചവടം നടത്തുക, VVPAT മെഷീനുകൾ അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനുകൾക്ക് തകരാറുണ്ടാവുക എന്നൊക്കെ പറയുന്നത് സ്ഥിരമായിട്ടുള്ളൊരു ഇടപാടാണ്. അതൊക്കെ അടഞ്ഞുപോയ അധ്യായങ്ങളാണ്. കോൺഗ്രസ്സുകാരൊക്കെ മനസ്സിലാക്കണം, CPM-മാർ മനസ്സിലാക്കണം. കാരണം അവർ വിജയിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല. അവർ വിജയിച്ചു കഴിഞ്ഞാൽ അവർ ഓക്കെ നല്ല മെഷീനായിരുന്നു എന്ന് പറയും. പക്ഷേ ഇവിടെ NDA സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇവിടെ പാവപ്പെട്ടവർ, അധകൃതരെ, ഏറ്റവും കൂടുതൽ താമസിക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു മണ്ഡലമായതുകൊണ്ട് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഒരു നേതാവായ TV ബാബു എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വം ഇവിടെ പ്രതിഫലിക്കും. പിന്നീട് മോദിയുടെ ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള സേവനങ്ങളും ആശ്വാസങ്ങളുമായിട്ടുള്ള പദ്ധതികൾ, ഇപ്പോൾ ഞാൻ പറയാം ആയുഷ്മാൻ ഭാരത് പോലെയുള്ള സൗജന്യ മെഡിക്കൽ, വോട്ട് പിടിക്കുക എന്നുള്ള, ഞങ്ങൾ വിജയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അധികൃത വർഗത്തിൻ്റെ നേതാവിനെ തന്നെ ഇവിടെ NDA സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുക. 100% വിജയം ഉണ്ടായിരിക്കും. അതിനുവേണ്ടി വിശ്വാസികളായവരും അല്ലാത്തവരുമായ എല്ലാവരും വോട്ട് നൽകുമെന്ന് 100%. തീർച്ചയായും അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് ആലത്തൂരിൽ നടക്കുന്നത്. പ്രചരണം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. എന്തായാലും അന്തിമ വിധിയെഴുത്തിനായി മെയ് 23 വരെ നമുക്ക് കാത്തിരിക്കണം. CCTV-യുടെ നേതാക്കൾക്കൊപ്പം തത്സമയ സംവാദത്തിന്റെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച അവലോകനം ഇവിടെ പൂർണ്ണമാവുകയാണ്. പങ്കെടുത്ത അതിഥികൾക്ക് നന്ദി. നമസ്കാരം. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.